ഹായ് എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ ഭാര്യയാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷൻ നിങ്ങൾ അവരുടെ ജീവിത പങ്കാളിയാക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്, അപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. മിക്ക റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ടൈം പാസിന് വേണ്ടിയിട്ട് ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ പോകുന്നവരുണ്ട്. അതിൽ ചിലരെന്ന് പറയുമ്പോൾ പിന്നീട് അങ്ങോട്ട് സീരിയസ് ആയി ആ ഒരാൾ തന്നെ തൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് മാറ്റണം ഇങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ശരിക്കും സീരിയസ് ആണോ, ഇനിയിപ്പോൾ അങ്ങനെയല്ല റിലേഷൻഷിപ്പ് കുറച്ച് കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ട് പിന്നീട് അത് ബ്രേക്കപ്പ് ആവണം എന്ന് വിചാരിക്കുന്ന ആളുകളാണോ, ഇനിയിപ്പോൾ അങ്ങനെയല്ല സീരിയസ് ആയിട്ട് തന്നെ പ്രണയിക്കുന്ന ആളുകളാണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ അവർ നിങ്ങളെ അവരുടെ ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവർ മറ്റാരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പല ആളുകളിലും നമ്മൾ കാണാറുണ്ട്, അവൻ്റെ ഭാര്യ അങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഇങ്ങനെയാണ്, അവൾക്ക് ഇത്രയും നല്ല ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് പെരുമാറാറുള്ളത്, അവർക്ക് ആ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് പല ആളുകളിലും. പക്ഷേ ഇവരങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവില്ലായ്മയോ ഒന്നിനും തന്നെ അവർ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അവർ സ്നേഹിക്കുന്നുണ്ടാവുക. സോ മറ്റുള്ള ആളുകളുമായിട്ട് ഒരിക്കലും നിങ്ങളെ കമ്പയർ ചെയ്യില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, ഓരോ സിറ്റുവേഷനിലും അവർ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതായത് നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഇമോഷണലി നമ്മൾ ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന അത്തരം സാഹചര്യങ്ങളിൽ കൂടി നമുക്ക് ഒരാളുടെ സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരം എല്ലാ സാഹചര്യങ്ങളിലും, ഇപ്പോൾ ഇന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നില്ല, എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് അത്രയും നിങ്ങൾ ഡൗൺ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും നിങ്ങളെ സഹായിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ ഒരുക്കമായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് പ്രണയിക്കാത്ത ആളുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ആവശ്യമുള്ള സമയത്തോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടണമെന്ന് തോന്നുന്ന സമയത്തോ നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ ശരിക്കും നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിഷമങ്ങൾ അവരുടെ വിഷമങ്ങളായിട്ട് എടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് ആ സമയത്ത് വേണ്ട എല്ലാ സപ്പോർട്ടും കരുതലും തരും എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഏത് സിറ്റുവേഷനിലും എത്രത്തോളം നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്തും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാനോ ഇവർ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർ തയ്യാറാവുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും അവർ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പരിചയപ്പെടുത്താനായിട്ട് ഇവർക്ക് യാതൊരു മടി ഉണ്ടായിരിക്കില്ല. സത്യം പറഞ്ഞാൽ പ്രൗഡായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഒരുപാട് അഭിമാനിക്കുന്ന, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പോൾ അവരുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇത് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ മാരേജ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താൻ അവർ തയ്യാറായിരിക്കും എന്നുള്ളത്. ഇതെല്ലാ ആളുകളും ചെയ്യുന്ന കാര്യമല്ല. അതായത് ചില ആളുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരത് മനസ്സിലാക്കും, അല്ലെങ്കിൽ മറ്റാളുകളുമായിട്ട് അവർ ആ ഒരു കാര്യം സംസാരിക്കും. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയും, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ ശരിക്കും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന, മറ്റുള്ളവർ അറിഞ്ഞാലും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്ന, നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാലും പ്രശ്നമില്ല. കാരണം നിങ്ങളെ തന്നെയാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നാലാൾ അറിഞ്ഞു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്നവരായിരിക്കും. സോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഇവർ ഒരുപാട് താല്പര്യം കാണിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പ്രൗഡായിട്ട് കാണുന്ന ഒരാൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ എല്ലാ സീക്രട്സും നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും എന്നുള്ളതായിരിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളെ അവരുടെ ലോയറായിട്ടോ ഡോക്ടറായിട്ടോ ഒക്കെ അവർ കാണുന്നുണ്ടായിരിക്കും, അഡ്വൈസറായിട്ടോ ഒക്കെ കാണുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സീക്രട്സും പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളായിരിക്കും ശരിക്കും അവരെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പല മിസ്റ്റേക്കുകളും ഇപ്പോൾ നിങ്ങളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നുള്ള എന്ത് പോലും ഇല്ലാതെ ഓപ്പണായിട്ട് പറയും എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം എന്നവർ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളോട് പറയുന്ന സമയത്താണ് ശരിക്കും അവർക്കൊരു ആശ്വാസവും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സീക്രട്സ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അവർക്ക് ഉണ്ടായിരിക്കില്ല, മീൻസ് നിങ്ങളോട് പറയാത്ത സീക്രട്സ് അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും.
അപ്പോൾ ഈ 4 സൈനുകൾ അവരിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു മടിയും ഇല്ലാതെ അല്ലെങ്കിൽ സംശയവും ഇല്ലാതെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അവർ നിങ്ങളെ യഥാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ശരിക്കും നിങ്ങളെ കല്യാണം കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ടായിരിക്കുക. സോ ഇനി അങ്ങോട്ട് ആ ഒരു ടെൻഷൻ്റെയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കോ, ഇല്ലെങ്കിൽ അങ്ങനെ ആക്ട് ചെയ്യായിരിക്കോ, ഇങ്ങനെയൊക്കെ പലർക്കും തോന്നാറുണ്ട്. സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചും അവരെ ആ രീതിയിൽ കാണാനും ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്